ഇതില് തെറ്റുകാർ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, തെറ്റുകാർ നിങ്ങൾ മാത്രമാണ്. ബിക്കോസ് ഞാനും ഈ തെറ്റുകൾ ചെയ്തിരുന്നു. ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, ഞാൻ അതൊരു ഫോളോവർ ആയിരുന്നു. ആ സമയത്ത് എനിക്കും പറ്റിയിരുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് ഇനി എന്റെ ഫോളോവേഴ്സിന് അല്ല എന്റെ സബ്സ്ക്രൈബേഴ്സിന് പറ്റരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹായ്, വെൽക്കം ടു ആപ്സ് ക്ലൗഡ്. ഇറ്റ്സ് മീ അപർണ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓൺലൈൻ മേടിച്ചിട്ടുണ്ടാവും. അതും ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടതുകൊണ്ട്. സത്യമല്ലേ? ഇപ്പൊ നമ്മളിൽ പലരും പല പ്രൊഡക്ട്സും മേടിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കണ്ടിട്ടാണ്. അതിന് മിക്ക പ്രൊഡക്ട്സും നമ്മുടെ ഹെയർ റിലേറ്റഡോ അല്ലെങ്കിൽ സ്കിൻ റിലേറ്റഡോ ആയിരിക്കും അല്ലെ? എനിക്ക് ഇതേ അബദ്ധം ഒരു വർഷം മുൻപ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ നിങ്ങൾ ഇയർ ഗ്യാപ്പ് നോക്കണേ. ഒരു വർഷം മുൻപ് ഞാൻ എടുത്തു പറയുന്നത് എന്റെ പഴയ വീഡിയോകൾ കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ നല്ല രീതിക്ക് ലോങ് ആയിട്ട് ഹെയർ കട്ട് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് എന്റെ മുടി പഴയതുപോലെ തിരിച്ചു വരണം. ഒരു ഭയങ്കര റിഗ്രറ്റ് ഫീൽ ആയിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ സെർച്ച് ചെയ്യാത്ത ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല. പക്ഷെ അവർ പറയുന്ന മിക്ക പ്രൊഡക്ട്സും അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ട് തന്നെ പല ആപ്പുകളിൽ നിന്നും ഞാൻ മേടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ വെട്ടിക്കളഞ്ഞ എന്റെ മുടി എനിക്ക് തിരിച്ചു തരണം. അത് മാത്രമേ എന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, ഈ വീഡിയോ അപ്പൊ എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഈ വീഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എന്റെ നോസിന്റെ ഇവിടെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അത് എനിക്കൊരു മെഡിസിൻ അലർജി ആയതാണ്. പക്ഷെ അത് ഇതുവരെ പോയിട്ടില്ല. ഇതിപ്പോ എന്റെ ശരീരത്തിൽ ഒരു സൈൻ മാർക്കായി തന്നെ മാറി. ഞാനിപ്പോ അതിനെ വലിയ ബോധർ ചെയ്യാറില്ല. കാരണം എനിക്ക് ചുറ്റുള്ള ആൾക്കാരാണെങ്കിലും അവർക്കറിയാം എന്താണിത്. പുതിയൊരാൾക്ക് മാത്രം ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അത് വേണമെങ്കിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലരൊന്നും അത് ചോദിക്കത്തില്ല. പണ്ടൊക്കെ എനിക്കത് ചോദിക്കുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതും ഒന്ന് മറക്കണം എന്നുണ്ടായിരുന്നു. എന്റെ മുടി ഒന്ന് പണ്ട് വെട്ടിക്കളഞ്ഞത് നീളം വെക്കണം എന്നുണ്ടായിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസേഴ്സിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആയ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ കാശ് പോകാന്നല്ലാണ്ട് ഈ ഡാർക്ക്നെസ് മാറാനോ അല്ലെങ്കിൽ മുടിക്ക് നീളം കൂടാനോ വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എനിക്ക് അത് വലിയ രീതിക്ക് മനസ്സിലായില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് ഞാൻ എന്റേതായ തിരക്കിലേക്കും അല്ലെങ്കിൽ ഞാൻ ഇതിനെ വലിയ രീതിക്കൊരു ഞാൻ കൺസിഡർ ചെയ്യാതായ സമയത്താണ് എനിക്ക് ഇതിലൊരു വലിയ രീതിക്ക് സ്കാം അല്ലെങ്കിൽ നല്ലൊരു ട്രാപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് നിങ്ങളൊന്ന് നോക്കിക്കേ, അവര് ഇൻഫ്ലുവൻസേഴ്സ് ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതില് ആ പ്രൊഡക്റ്റിനെയാണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യുന്ന ആളാണോ വിശ്വസിക്കുന്നത്? ആക്ച്വലി എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന ആളാണ് ട്രസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഇപ്പൊ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീക്കിലി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കാണുന്ന എല്ലാ ആൾക്കാരും നമ്മൾ ഫോളോ ചെയ്യുന്ന മിക്ക ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുന്നത് ഒരേ പ്രൊഡക്റ്റിന്റെ വീഡിയോ ആയിരിക്കും. പക്ഷേ മേ ബി ന്യൂ ലോഞ്ച് പ്രൊഡക്റ്റ് ആണെങ്കിലും അവർ നമ്മുടെ അടുത്ത് പറയാ, ഞാൻ ഒരു മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടായി തോന്നി, അല്ലെങ്കിൽ എനിക്ക് ഞാനൊരു വർഷമായിട്ട് ഇത്രയും കാലയളവിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അതാണ്. അതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവരുടെ ആ വേർഡ്സിൽ അങ്ങ് നല്ല രീതിക്ക് ഇൻസ്പയർഡ് ആകും, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ട്രസ്റ്റ്ഫുൾ ആവും അവരുടെ അടുത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, എനിക്കത് മേടിക്കണം, എനിക്കത് യൂസ് ചെയ്തിട്ട് എനിക്ക് മാറ്റം വരുത്തണം എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ അത് ശരിക്കും നമ്മൾ നമ്മളുടെ നാച്ചുറൽ ബ്യൂട്ടിയിൽ വിശ്വസിക്കാത്ത ഒരു ഘടകമാണ് അത്. പക്ഷെ നമുക്ക് നമ്മളുടെ ചെറിയ ചെറിയ കുറവുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം എന്നുണ്ടാകും. നമുക്ക് അതിന്റെ ഒരു ബേസിലായിരിക്കും നമ്മൾ ഇവരുടെ വീഡിയോ കാണുന്നത്. അത് തന്നെയാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ആക്ച്വലി ഇവരിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ ആ പ്രൊഡക്റ്റിനെ നമ്മളിലേക്ക് നല്ല രീതിക്ക് നല്ല സ്ക്രിപ്റ്റഡ് ആയിട്ട് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കും. അതായത് പ്രൊഡക്റ്റിനുള്ള ഏറ്റവും നല്ല വശങ്ങൾ പറയും, അവർ കുറെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചതാണ്, നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറയും. ആ പ്രൊഡക്റ്റ് എപ്പോഴാണ് ശരിക്കും നമ്മളുടെ പബ്ലിക്കിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പോലും നമ്മൾ റിസർച്ച് ചെയ്യത്തില്ല. അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് പോലും റിസർച്ച് ചെയ്യത്തില്ല. നമ്മുടെ സ്കിന്നിൽ ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ആക്ച്വൽ പ്രോബ്ലത്തിനുള്ള ഒരു വലിയൊരു സൊല്യൂഷൻ ആണെന്ന് റിസർച്ച് ചെയ്യത്തില്ല. നമ്മൾ അവരെ വിശ്വസിക്കുന്നു. എത്ര രൂപയാണെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് അവരുടെ ഇൻബോക്സിൽ പോയി നമ്മൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുന്നു, അവരത് ഓട്ടോമാറ്റിക് മെസ്സേജ് ആയിട്ട് നമുക്ക് അയച്ചിരുന്നു. ആക്ച്വലി ഇതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നടത്തുന്ന ആൾക്കാർ അവർക്ക് കിട്ടുന്ന ഒരു കൊളാബറേഷൻ ആയിരിക്കാം അത്. അവർക്കും പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ആൾക്കാർക്കും ഇൻഫ്ലുവൻസേഴ്സിനും അതിൽ നിന്നും നല്ല മെച്ചം ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാൻ നമുക്ക് ഒരു മെച്ചം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ? എനിക്കൊരു മെച്ചം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ മറ്റു വീഡിയോകളിലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 6 മാസത്തോളം പല ഇൻഫ്ലുവൻസേഴ്സിന്റെ പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ പലതും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ച കാര്യമാണ്. ഇപ്പം ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്തതെങ്കിൽ ഈ ആഴ്ച ഒരു പുതിയൊരു പ്രൊഡക്റ്റിന്റെ മോയ്സ്ചറൈസർ ആണ്, ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇത്ര വർഷങ്ങളായി ഇത്ര കാലയളവിൽ ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് നല്ല റിസൾട്ട് ആണ് എന്ന് പറയും. അതേ ആള് തന്നെ ചിലപ്പം അടുത്ത ആഴ്ച വേറൊരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ വേറൊരു ബ്രാൻഡിന്റെ മോയ്സ്ചറൈസർ കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോഴും സെയിം സ്ക്രിപ്റ്റ് ആയിരിക്കും. മേ ബി ഞാൻ ഇത് ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരാഴ്ച മുന്നേ ചെയ്ത മോയ്സ്ചറൈസറിന്റെ കാര്യമോ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. ഒരേ പ്രൊഡക്റ്റ് പല ഇൻഫ്ലുവൻസേഴ്സ് പല തവണ നമ്മുടെ അടുത്ത് സ്ക്രിപ്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്നിട്ട് അവര് മേ ബി ഒരു നല്ല ഫോറിൻ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടറോ ഒക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവാം. നമ്മൾക്ക് തരുന്ന സാധനമായിരിക്കും മേ ബി അവർ യൂസ് ചെയ്യുക. ആക്ച്വലി ഇത് ഒരു അവർ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചെയ്യുന്നത് അവരൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ അവരൊരു ജോബ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. ജസ്റ്റ് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആക്ട് ചെയ്യുന്നത് ഒരു സെയിൽസ്
മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾ മാത്രമാണ്. ആ പ്രൊഡക്റ്റിനെ അവർ മാർക്കറ്റ് ചെയ്യുന്നു ത്രൂ വീഡിയോ. മാർക്കറ്റ് ചെയ്തിട്ട് അതിന് ഇൻഫ്ലുവൻസ് ആവുന്നതും അവരെ വിശ്വസിക്കുന്നതും അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അത്രയും ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അവരെ അമിതമായി വിശ്വസിച്ചിട്ട് അവർ സത്യം മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ അവർ നമുക്ക് നല്ലത് മാത്രമേ പറയുള്ളൂ എന്ന് വിശ്വസിച്ച് നമ്മൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുന്നു, നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിക്കുന്നു, ഉപയോഗിക്കുന്നു, മേ ബി ഫ്ലോപ്പ് ആവുന്നു. പോയിന്റ്, മേ ബി ഫ്ലോപ്പ് ആവുന്നു. എല്ലാവരും അങ്ങനെയാണ്, എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും? ഒരിക്കലും അത് പറ്റില്ല. കാരണം ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആരും നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ ആയിരിക്കണമെന്നില്ല, അല്ലെ? അവർ നമ്മൾ എങ്ങനെ വിശ്വസിക്കാം? ഇപ്പം കണ്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തിരിക്കുന്ന ഒരാൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാനിപ്പം ഒരു വീഡിയോ ചെയ്തു. ആദ്യത്തെ എന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് ചെയ്ത സമയത്ത് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കാരണം നിങ്ങൾ എല്ലാവരും വന്നിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തു. ആക്ച്വലി ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ ഒരു പ്രൊഡക്റ്റും കൊളാബ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ എന്ത് ലിങ്ക് നിങ്ങൾ എന്നോട് ചോദിച്ചത് എനിക്ക് അത് മനസ്സിലായില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു എന്റെ ഞാൻ ചെയ്ത വീഡിയോന്റെ ഫുൾ ലിങ്ക് ആണെന്ന്. അത് ആക്ച്വലി ബയോയിൽ ഉണ്ടായിരുന്നു. ഞാൻ എല്ലായിടത്തും ബയോയിൽ ഇട്ട് എന്നാണ് പറഞ്ഞത്. പിന്നെയും അവര് ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ ലിങ്ക് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ ലിങ്ക് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ലിങ്ക് ഒന്നും ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ ആ വീഡിയോയിൽ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോ ഒരു ശീലമായി മാറിയിട്ടുണ്ട്. ഒരു സാധനത്തിനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻബോക്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതിപ്പോ ഒരു മിത്ത് അല്ലെങ്കിൽ അതൊരു ട്രസ്റ്റ് അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ആക്ച്വലി ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളെ ഹെയർ അല്ലെങ്കിൽ സ്കിന്ന് ഫേസ് ചെയ്യുന്ന ആ ഇഷ്യൂവിന് കൊടുക്കാനെല്ലാം സൊല്യൂഷൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിലുള്ളത്. അതിപ്പോ 500 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും 100 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലാണ്, അല്ലെ? അപ്പം ഒരുപാട് ആൾക്കാർ അങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഈ അടുത്ത് എന്റെ കമന്റ് ബോക്സ് അല്ലെങ്കിൽ ഇൻബോക്സ് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ പലരും എന്റെ അടുത്ത് ഷാമ്പു ഏതാ യൂസ് ചെയ്യുന്നത്, കണ്ടീഷണർ ഏതാ യൂസ് ചെയ്യുന്നത് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഒരു ഉത്തരം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതൊരു കൊളാബറേഷൻ അല്ല. അവരെല്ലാവരും എന്നോട് പറഞ്ഞിരുന്ന ഒരു സെയിം കാര്യം പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് കണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് മുടി ഇപ്പൊ തീരെയില്ല, എനിക്ക് ഉണ്ടായിരുന്ന നല്ല ഹെയർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒക്കെ പോയി, അപ്പൊ ഭയങ്കര ഡാൻഡ്രഫ് ആണ്, ഭയങ്കര ഹെയർ ഫോൾ ആണ്, അല്ലെങ്കിൽ ഹെയർ തീരെ വളരുന്നില്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞ പ്രൊഡക്ട്സ് യൂസ് ചെയ്തു, എനിക്കൊരു പ്രൊഡക്റ്റ് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരുപാട് ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ആയിരുന്നു? നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ആണോ അത്? ആക്ച്വലി ഇതൊരിക്കലും ഇൻഫ്ലുവൻസേഴ്സിന് തെറ്റല്ല, അവർ അവരുടെ പ്രൊഫഷൻ ചെയ്യുന്നു. നമ്മളല്ലേ ശരിക്കും ബോധത്തോടെ ബുദ്ധിപരമായി ഡിസിഷൻ എടുക്കേണ്ടത്? നമ്മൾ ഒരു റോൾ മോഡൽ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിക്ക് അവർ ചെയ്യുന്ന കോണ്ടന്റിൽ, അവർ ചെയ്യുന്ന പ്രൊഫഷനിൽ, അവർ ചെയ്യുന്ന ഏർണിംഗ്സിൽ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ ഒരു മോഡൽ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ ആവാം, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആകാം. പക്ഷെ എന്തില് നിങ്ങൾ എന്ത് ട്രസ്റ്റ് ചെയ്തിട്ടാണ് അവർ പറയുന്ന ഒരു പ്രൊഡക്റ്റ്, അതും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫേസിലും നിങ്ങളുടെ സ്കിന്നിലും അതുപോലെ തന്നെ ഈ തലയിലും ദേഹത്തും അല്ലെങ്കിൽ കഴിക്കാനും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് അത് കൊടുക്കുന്നത്? ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു വർഷം മുന്നേ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ പ്ലാൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തത്. എനിക്കിപ്പോ സ്കിന്നിന് വേണ്ട കാര്യത്തിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു, കൺസൾട്ട് ചെയ്തു. അവർ തരുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളുടെ സീരിയസ് ആയിട്ട് പറയാം, അവർ തരുന്ന ഒരു പ്രൊഡക്റ്റ് പോലും നമ്മൾ ഈ കാണുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ആരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചെയ്യുന്നത് കാണുന്നില്ല ഞാൻ. സത്യമാണത്. മേ ബി അതിൽ ഉള്ള ഘടകങ്ങൾ വളരെ മൈൽഡ് ആയിരിക്കാം, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ അവർ അതൊരു ഡോക്ടർ ത്രൂ ആണ് സെൽ ചെയ്യുന്നത്. പക്ഷെ ഡോക്ടേഴ്സ് പറയുന്നത് സത്യമാണോ, നമുക്ക് എങ്ങനെ അവരെ വിശ്വസിക്കാം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ എത്തിക്കലി മോശം ചെയ്യില്ല എന്നൊരു ട്രസ്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് എന്താണ് അറിയുന്നത്? നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് അവർ പറയുന്ന പ്രൊഡക്റ്റ് മേടിക്കുന്നത്? ആക്ച്വലി നിങ്ങൾ സ്കിന്നിനോ ഹെയറിനോ അങ്ങനെയൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, കൂടുതലായി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് അതിനുവേണ്ടി ട്രീറ്റ്മെന്റ്സ് ആണ് ശരിക്കും എടുക്കേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് എന്റെ സ്കിന്നിൽ അത് യൂസ് ചെയ്ത് പല കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനം പിന്നെ ഇവിടെയൊക്കെ സ്പോട്ട് ചെയ്ത സമയത്താണ് ഞാൻ എന്ത് ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു, അവർ തരുന്ന കാര്യങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് നമ്മൾ ശരിക്കും ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഇൻടേക്കുകൾ തരുന്നത് മെഡിസിൻസ് ആയിരിക്കില്ല, നമ്മൾ വരുത്തേണ്ട ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ആ ഫുഡിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ എന്റെ എല്ലാ വീഡിയോകളിലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല ചെയ്യുന്നത്. നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കരാട്ടിൻ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, ഇതൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തിട്ട് ആൾ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഞാൻ ഹെയർ വീഡിയോയിൽ തന്നെ ഞാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കാരണം എനിക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കാൻ വേണ്ടി പറ്റിയത് അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതുള്ളൂ. പക്ഷെ ഒരു വീഡിയോ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കൊളാബറേഷൻ വീഡിയോസ് ആയിരുന്നില്ല. അവരെ എനിക്ക് ഒരിക്കലും ഇതുവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിരിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്ന ആ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ എനിക്ക് കുറ്റം പറയാനോ എനിക്ക് അതിനൊന്നും പറയാൻ വേണ്ടി തോന്നുന്നില്ല. കാരണം അവർ അവരുടെ ഒരു ജോബ് ചെയ്തു, അവർക്ക് അതിന് വേണ്ടി കമ്മീഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കൊളാബറേഷന് വേറൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അവർ അവരുടെ ജോബാണ് ചെയ്യുന്നത് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവരുടെ ജോബ് നന്നായി ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ട് ഒരു കാര്യത്തിന് എക്സ്പെരിമെന്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കോമൺ സെൻസോട് കൂടി ഡിസിഷൻ എടുക്കണം.
ഇപ്പോഴത്തെ ടെക്നോളജി അത്രയും വളർന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിനുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, ചാറ്റ്ജിപിറ്റിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്ട്സിന്റെ റിയൽ ആയിട്ടുള്ള ഫേസ് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അത് നോക്കി ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. അതുമല്ല, മെയിൻലി ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാവുന്ന ആരുടെയെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ എടുക്കുന്നതോ ആണ് വളരെ നല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കോമൺ സെൻസോടുകൂടി ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടതാണോ എന്ന് ആക്ച്വലി നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കേണ്ടത് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ അത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഇൻഫ്ലുവൻസറിന് ബാഡ് ആക്കാൻ വേണ്ടി പറ്റത്തില്ല. അല്ലെ അവരെ കുറച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന ഡ്യൂട്ടി നല്ല വൃത്തിക്ക് കോണ്ടന്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതില് വിശ്വസനീയമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ എന്താണ് അവരുടെ ഡ്യൂട്ടിയാണ് വരുന്നത്. അത് വിശ്വസിച്ച് അത് മേടിച്ചതും നിങ്ങളുടെ തെറ്റാണ്, ഒരിക്കലും അവരുടെ തെറ്റല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ മുടക്കി മേടിച്ചിട്ട് നിങ്ങൾ ശരീരത്തിൽ നിങ്ങൾ അത് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് നോക്കി കണ്ടും തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുക. ദിസ് ഇസ് യുവർ ഹെയർ, യുവർ സ്കിൻ, യുവർ ബോഡി. തീരുമാനം നിങ്ങളുടേതായിരിക്കണം.